ലോകത്തിലെ ഏതൊരു വ്യക്തിയായും അടുത്തറിയണമെന്നുണ്ടെങ്കിൽ, ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഭാഷ നാം തിരിച്ചറിഞ്ഞിരിക്കണം. പരിശുദ്ധാത്മാവിനെ ആഴത്തിലടുത്തറിയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ നാം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകയാൽ ചിന്തകളും ഇച്ഛാശക്തിയും വികാരങ്ങളും ഒക്കെയുള്ള ഒരു സ്വർഗീയ വ്യക്തിത്വമാകയാൽ പരിശുദ്ധാത്മാവിനൊരു ഭാഷയുണ്ട്. പരിശുദ്ധാത്മാവിന് നിങ്ങളോടുള്ള ബന്ധത്തിലൊരു ഭാഷയുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു: ലോകത്തിൽ വിവിധ ഭാഷകളുണ്ടെങ്കിലും ഒന്നും തെളിവില്ലാത്തതല്ല, അഥവാ എല്ലാ ഭാഷകളും വ്യക്തതയുള്ളതാണ്. എനിക്ക് ഭാഷ അറിയുന്നില്ലെങ്കിൽ സംസാരിക്കുന്ന വ്യക്തിക്ക് ഞാനൊരു ബർബറനായിരിക്കും, അഥവാ ഞാനൊരു ഫോറിനർ, ഒരു സ്ട്രേഞ്ചർ ആയിരിക്കും. ഭാഷ അറിയുന്നില്ലെങ്കിൽ ബന്ധം വളരത്തില്ല. പരിശുദ്ധാത്മാവെന്ന നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ, നിങ്ങളോട് കൂടെ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം അയച്ചു തന്ന ആ സ്വർഗീയ വ്യക്തിത്വത്തിൻ്റെ ഭാഷയെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ ഭാഷയിൽ നിങ്ങൾക്ക് വളരുവാൻ കഴിയുന്നുണ്ടോ? ആ ഭാഷ എങ്ങനെയാണ് പഠിക്കുന്നത്? ആർക്കാ ആ ഭാഷ നമ്മെ പഠിപ്പിക്കുവാൻ കഴിയുന്നത്? ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർക്ക് മാത്രമേ ആ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷ നമ്മെ പഠിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. Who else is that than Holy Spirit himself? പരിശുദ്ധാത്മാവിനോളം നല്ലൊരു ടീച്ചർ വേറെയുണ്ടോ? അവൻ്റെ ഭാഷ അവൻ നമ്മെ പഠിപ്പിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, മോശയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ജനലക്ഷക്കണക്കിന് ഇസ്രായേലിൻ്റെ നടുവിൽ മോശ ദൈവത്തെ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: ലോർഡ്, ലെറ്റ് മീ നോ യുവർ വേയ്സ്. എനിക്ക് അങ്ങയുടെ വഴികൾ അറിയണം. ഇസ്രായേലിന് അവൻ്റെ പ്രവൃത്തികളെ അറിഞ്ഞാൽ മതി. പക്ഷേ മോശ അവൻ്റെ വഴികളെ അറിയുവാൻ ആഗ്രഹിച്ചു. അത് മോശ ചോദിക്കുമായിരുന്നു: അങ്ങയുടെ രീതികൾ, അങ്ങ് പ്രവർത്തിക്കുന്ന വിധങ്ങൾ, അങ്ങയുടെ ചിന്താഗതികൾ, അങ്ങയുടെ കാഴ്ചപ്പാടുകൾ, എനിക്കത് അറിയണം. അതൊരു ഡീപ്പ് ലോങ്ങിങ് അങ്ങനെ ഒരു ആഗ്രഹം അവനെ നോക്കി നിങ്ങൾക്കുണ്ടോ? എനിക്ക് അങ്ങയൊന്ന് അറിയണം, അങ്ങയുടെ ഭാഷ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. ഈ ഭാഷ ആഴത്തിൽ നാം പഠിച്ചു വരുമ്പോൾ ഓരോ ഗസ്റ്റേഴ്സ് പോലും, ഓരോ ചലനങ്ങൾ പോലും, അല്ല ഒന്ന് കണ്ണുകൊണ്ട് നോക്കുന്നത് പോലും ആ വലിയ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസരങ്ങളായി മാറും. 32-ാം സങ്കീർത്തനത്തിൽ വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഉപദേശങ്ങളിലൂടെ അവൻ നമ്മോട് സംസാരിക്കും. അവൻ്റെ ദൃഷ്ടി പോലും നമുക്കുള്ള ആലോചനകളായി മാറും. അപ്പോസ്തല പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ പൗലോസിനെയും മറ്റും പരിശുദ്ധാത്മാവ് കൂടെ നടന്ന് ഗൈഡ് ചെയ്യുന്നത് നാം കാണുന്നുണ്ടല്ലോ. റാസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അവർ ബിഥുന്യയ്ക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ആശയവിനിമയം ചെയ്യുന്നത് പോലെ ചിലയിടത്ത് വിലക്കുന്നു, ചിലയിടത്തോട്ട് പോകുവാൻ പറയുന്നു. മാസിഡോണിയക്കാരനായ ഒരു പുരുഷൻ വന്ന് ഞങ്ങളെ വന്ന് സഹായിക്കുക എന്ന് പറഞ്ഞ ഒരു ദർശനം കണ്ടപ്പോൾ യൂറോപ്പിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത് തിരിച്ചറിഞ്ഞ് എത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ അപ്പോസ്തലന്മാർ പൗലോസും മറ്റും തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത്. ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ അറിയുവാൻ, ആ വ്യക്തിപരമായിട്ടുള്ള ഭാഷ അറിയുവാൻ ഹോളി സ്പിരിറ്റ് നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ചലഞ്ച് ചെയ്യുന്നു, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. വെല്ലുവിളിക്കുന്നു എന്ന വാക്കിനേക്കാൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. കം, experience me, enjoy me, have a life with me, know my ways, know my language. ഒരു 5 ഭാര്യാഭർത്താക്കന്മാരെ, വ്യത്യസ്ത ഭാര്യാഭർത്താക്കന്മാരെ നിങ്ങളെടുത്ത് നോക്കിയാൽ എല്ലാവരും ഒരേ ഭാഷകൾ സംസാരിക്കുന്നവരാണെന്നിരിക്കട്ടെ. മലയാളം തന്നെ സംസാരിക്കുന്ന അടുത്തടുത്ത ഭവനങ്ങളിലുള്ള ഒരു 5 ഭാര്യാഭർത്താക്കന്മാർ, 5 ഭവനങ്ങൾ. പക്ഷേ അവർക്കൊരു കോമൺ ലാംഗ്വേജ് ഉണ്ടെങ്കിലും ഓരോരുത്തർക്കും, ഓരോ കുടുംബങ്ങളിലും ഒരു യുണീക്നെസ് ഉണ്ട് ആ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ. സത്യമല്ലേ? പരിശുദ്ധാത്മാവിന് നിങ്ങളോട്
ഉള്ള ഭാഷയിൽ ഒരു യുണീക്നെസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി മാത്രം അവൻ ഇടപെടുന്ന രീതികളുണ്ട്, അവൻ സംസാരിക്കുന്ന വിധങ്ങളുണ്ട്. അത് മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കാരണം ഹീസ് എ ഗാഡ് ഓഫ് റിലേഷൻഷിപ്പ്. ഇതൊരു റിലീജിയൻ അല്ലല്ലോ, ഇത് ചില തത്വങ്ങളുടെയോ പ്രിൻസിപ്പിൾസിൻ്റെയോ അടിസ്ഥാനത്തിൽ പോകുന്ന ഒരു ജീവിതമല്ലല്ലോ. ഇത് ഒരു വ്യക്തിയോട് കൂടിയുള്ള യാത്രയല്ലേ. പരിശുദ്ധാത്മാവെന്ന വ്യക്തി തൻ്റെ വഴികളെ പഠിപ്പിച്ച്, തൻ്റെ ഭാഷയെ നമ്മെ പഠിപ്പിച്ച്, അത് മനസ്സിലാക്കി ഒരു ചുവടുകളിൽ പോലും പിഴയ്ക്കാതെ നമ്മെ മുന്നോട്ട് നയിക്കുവാൻ വിശ്വസ്തനാണ്. ഒന്ന് പ്രാർത്ഥിക്കാമോ? ആഴത്തിൽ എനിക്കങ്ങേ അറിയണം, അങ്ങയുടെ ഭാഷ എനിക്ക് പഠിക്കണം, എന്നോടുള്ള അങ്ങയുടെ ഭാഷ എന്നെ ആഴത്തിൽ പഠിപ്പിക്കണമേ, അതിനെന്നെ സഹായിക്കണമേ പ്രിയ പരിശുദ്ധാത്മാവേ. കാരണം എനിക്കങ്ങേ ഒത്തിരി അറിയുവാൻ, ആഴത്തിൽ അറിയുവാൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എന്നും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കട്ടെ. ഓരോ ദിവസം ചെല്ലുന്തോറും ആ ഭാഷയിൽ പ്രാവീണ്യമുള്ളവരായി, തെളിവുള്ളവരായി, വ്യക്തതയുള്ളവരായി. ശമൂവേൽ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ദാൻ മുതൽ ബർശേബ വരെയുള്ള മുഴുവൻ ഇസ്രായേലും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്നെണ്ണി. അവൻ്റെ നാവിൽ നിന്ന് വീണ വാക്കുകളിലൊന്നും നിഷ്ഫലമാകുവാൻ യഹോവ ഇടവരുത്തിയില്ല. ആ ഭാഷ കൃത്യമായി തിരിച്ചറിഞ്ഞ പ്രവാചകൻ അവൻ്റെ ശുശ്രൂഷയിൽ ഒരു വാക്കുപോലും വൃദ്ധമായി പോകുവാൻ ഇടയാകാതെ വണ്ണം അത്ര കൃത്യതയോടെ ഹോളി സ്പിരിറ്റിൻ്റെ ലാംഗ്വേജ് പിടിച്ചെടുത്ത അഭിഷിക്തന്മാർ നമ്മുടെ മുൻനിരകളിലുണ്ട്, പിതാക്കന്മാർ നമുക്കുണ്ട്. നമുക്കും ആ പാത പിന്തുടരാം, അവിടുത്തെ ഭാഷയെ നമുക്ക് പഠിക്കാം. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.